ഒരു ബേക്കിംഗ് ടൂളും ഇല്ലാതെ വേറൊരു ഹാൻഡ് ബ്ലെൻഡർ മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കിയ കേക്കാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ടേൺ ടേബിൾ മുതൽ പൈപ്പിംഗ് ബാഗ് വരെ എൻ്റെ ക്രിയേഷനാണ്. എല്ലാവരും കേക്ക് ഉണ്ടാക്കാൻ പഠിച്ച പോലെ ഞാനും കൊറോണ ടൈമിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ന് വരെ മക്കളെ ബർത്ത്ഡേ ആയാലും വെഡിങ് ആനിവേഴ്സറി ആയാലും കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കലില്ല. ഏതൊരു അറ്റംപ്റ്റിനെ പോലെ തന്നെ ആദ്യമായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി ഞാനൊരു കേക്ക് ഉണ്ടാക്കി. അത് സക്സസ് ആവും ചെയ്ത്. പക്ഷേ രണ്ടാമതോ മൂന്നാമതോ ഉണ്ടാക്കിയ കേക്ക് വൻ പരാജയനും. അന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് വലിയ കേക്ക് തന്നെ വേണം ഉമ്മി കട്ട് ചെയ്യാനെന്ന് അവൻ വന്ന് പറഞ്ഞപ്പോൾ മേലും കീഴും ചിന്തിക്കാതെ വലിയ കേക്ക് തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ച്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ കേക്ക് ആവട്ടെ സ്പഞ്ച് വേവാതെ പോയി. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെറിയൊരു കേക്ക് തട്ടിക്കൂട്ടിയിട്ടാണ് അന്ന് കേക്ക് കട്ട് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്കങ്ങനെ കേക്കിൽ പരാജയങ്ങൾ വന്നിട്ടില്ല. പിന്നെ സ്പൈഡർമാൻ കേക്കായി, ടെഡി ബെയർ കേക്കായി, അങ്ങനെ പല പല തീമിൽ കേക്ക് ഉണ്ടാക്കൽ തുടങ്ങി. എൻ്റെ ഈ സ്കില്ലൊക്കെ കണ്ടിട്ടാവണം ഒരു ദിവസം എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഓരോ വെഡിങ് ആനിവേഴ്സറിക്ക് അനിയത്തിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് ആദ്യമായിട്ട് വന്ന ഓർഡറാണ് കേട്ടോ അത്. അവസാനമായിട്ടും അത് അന്നത്തെ കേക്ക് ഫ്ലോപ്പ് ആയതുകൊണ്ടൊന്നുമല്ല കേട്ടോ, ഓർഡറുകൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള മടി കൊണ്ട് മാത്രമാണ്. ഈ വർഷം വെഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡ് ഒരു കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും മടി കാരണം ഞാനൊരു പായസത്തിൽ ഒതുക്കി. പക്ഷെ മോന്റെ ബർത്ത്ഡേ വന്നപ്പം കേക്ക് ഇല്ലാതെ പറ്റൂല എന്നായി. മക്കൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിപ്പിച്ച് കൊടുക്കണം എന്നാണല്ലോ. വേറെ ഒന്നുമില്ലെങ്കിലും ഒരു കേക്കെങ്കിലും കട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു കേക്ക് ഉണ്ടാക്കി. അപ്പൊ എന്റെ മെഷറിംഗ് കപ്സും ടേൺ ടേബിളും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാണെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ് കേട്ടോ. അതുണ്ടെങ്കിൽ തന്നെ പകുതി സക്സസ് ആയി. ബാക്കി പകുതിയിൽ വരുന്ന കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. എത്ര ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും കേക്കിന്റെ കാര്യത്തിൽ മെഷർമെന്റ്സ് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം തന്നെയാണ് കേട്ടോ. അതിന് മെഷറിംഗ് കപ്സ് തന്നെ വേണമെന്നില്ല, ഒരു ഗ്ലാസ് ആയാലും മതി. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ കേക്കിന്റെ മെഷർമെന്റ്സ് ഒക്കെ താഴെ കൊടുക്കട്ടോ. അപ്പൊ പുതിയ പുതിയ റെസിപ്പീസും കഥകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.